ഓണം സ്പെഷ്യൽ നമ്പർ 4 ഉണ്ണിയപ്പം. അത് വെറും ഉണ്ണിയപ്പം അല്ല കേട്ടോ, റവ ഉണ്ണിയപ്പം. ഓണക്കാലത്ത് സദ്യ മാത്രം പോരല്ലോ, ഓണപലഹാരങ്ങളും വേണ്ടേ? കുട്ടികളൊക്കെ വീട്ടിലുള്ളതല്ലേ, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരം. ജാറിലേക്ക് വറുത്തതോ വറുക്കാത്തതോ ആയ 1 കപ്പ് റവയും 1/2 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി 1 പിഞ്ച് ഉപ്പും ചേർക്കുക. ഇനി അതിലേക്ക് ആവശ്യമായ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ഇവിടെ 250 ml ശർക്കരപ്പാനിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നീട് അരച്ചെടുക്കുക. ഈ സമയം നെയ്യ് ചൂടാക്കി നമുക്ക് തേങ്ങാക്കൊത്തുകൾ വറുത്തെടുക്കാം. കരിയാതെ വറുത്തെടുക്കണം കേട്ടോ. ഈ സമയം അരച്ചു വെച്ചിരിക്കുന്ന മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യാനുസരണം നെയ്യും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കുക. ഈ സമയം ഇളക്കി മാവ് പാകത്തിലാണോ എന്ന് നമുക്ക് നോക്കാം. മാവിലേക്ക് ആവശ്യാനുസരണം നെയ്യ് ചേർത്ത് നന്നായി ഇളക്കി മാവിൻ്റെ പരുവം കറക്റ്റാണോ എന്ന് നോക്കാം. ഇപ്പോൾ കറക്റ്റ് അല്ലെങ്കിൽ ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് മാവിൻ്റെ പരുവത്തിലാക്കി വേണമെങ്കിൽ അല്പം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ പാകത്തിനാണോ നോക്കിയതിന് ശേഷം ഉണ്ണിയപ്പച്ചട്ടി എടുക്കുക. അതിലേക്ക് എണ്ണ നിറച്ച് ഉണ്ണിയപ്പം കോരി ഒഴിച്ചു കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 സൈഡും മുരിച്ചെടുക്കണം. ഒരു സൈഡ് മുരിഞ്ഞാൽ തിരിച്ചിട്ട് മറു സൈഡ് മുരിച്ചെടുക്കുക. ഇത്രയും പെട്ടെന്ന് റെഡിയാവുന്ന ഒരു ഉണ്ണിയപ്പം നമുക്ക് വേറെ എവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. ഓണത്തിന് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ ഞാൻ നിങ്ങളെ സഹായിച്ചില്ലേ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്.